ഹലോ, ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വീണ്ടും ഒരു അൽഫാമിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഇതിൻ്റെ മുന്നേ ഞാനൊരു അൽഫാമിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നും കുറച്ചും കൂടെ ഒരു വെറൈറ്റി ആയിട്ട് ഒന്നും കൂടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലക്കൂട്ടാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കാണുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഹമീൻസ് കുക്കിംഗ് വേൾഡ് ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ റെസിപ്പിയിലേക്ക് പോയി നോക്കാം. അപ്പോൾ അൽഫാം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെ ലെഗ് പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ഈ ലെഗ് പീസിനെ നന്നായിട്ടൊന്ന് അടിച്ച് പരത്തിയെടുക്കണം. ഇങ്ങനെ അടിച്ച് പരത്തിയെടുത്ത ചിക്കൻ പീസിനെ മസാല നന്നായിട്ട് പിടിക്കാനും വേണ്ടിയിട്ട് ഇതുപോലെ നല്ല പോലെ വരയിട്ട് കൊടുക്കുക കേട്ടോ. മാക്സിമം വരയിട്ട് കൊടുക്കുക. ഇങ്ങനെ വരയിട്ട ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ഉപ്പും അതുപോലെ 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്പി മിക്സ് ചെയ്യുക കേട്ടോ. ഈ വിനാഗിരിക്ക് പകരം നാരങ്ങ നീര് വേണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ. എന്നിട്ട് ഈ ചിക്കനെ നമ്മൾ അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക കേട്ടോ. അപ്പോഴത്തേക്കിന് നമുക്കിതിലേക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ഇപ്പോൾ ഞാൻ ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി, ഒരു പച്ചമുളകിന്റെ അളവ് നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ ഇനിയും കൂട്ടാട്ടോ. പിന്നെ കുറച്ച് പുതിനയില, മല്ലിയില ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഇപ്പോൾ ദാ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ ഏകദേശം 2 ടേബിൾ സ്പൂണോളം ചുവന്നുള്ളി പേസ്റ്റും കൂടെ ചേർക്കാം. ഇത് രണ്ടും ഞാൻ ഓൾറെഡി പേസ്റ്റ് ആക്കി വെച്ചത് കൊണ്ടാണ് കേട്ടോ ഇപ്പം ചേർത്തത്. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ മസാലക്കൂട്ട് അരച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ഇട്ട് അതിൻ്റെ കൂടെ തന്നെ അരച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും 1 ടീസ്പൂൺ ചെറിയ ജീരകവും എടുത്തിട്ട് നല്ല പോലെ ഒന്ന് വറുത്ത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്ത പൊടിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം തൈര്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ മുളക് പൊടിയുടെയും കുരുമുളകിൻ്റെ ഒക്കെ അളവ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മസാലയും കൂടെ ചിക്കനിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ചിക്കനിലേക്ക് തേച്ച് കൊടുക്കുക കേട്ടോ. ചിക്കനിൽ നമ്മൾ വരയിട്ട ഭാഗമൊക്കെ ഇല്ലേ, അതിൻ്റെ അകത്തേക്കൊക്കെ നല്ല പോലെ ഒന്ന് കൈകൊണ്ട് മസാല ആക്കി കൊടുക്കണം. ഇനിയിപ്പോൾ ഈ മസാല തേച്ച് വെച്ച ചിക്കന് മിനിമം ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക കേട്ടോ. 5 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ ചിക്കനിലേക്ക് നല്ല പോലെ മസാല പിടിച്ചിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വൈകുന്നേരത്തിനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലെ തന്നെ എല്ലാവരും മസാല തേച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിനൊരു 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതിനെ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഗ്രില്ല് ചെയ്യൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഗ്രില്ലറിൻ്റെ പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലാണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. ഇതില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നമ്മൾ പുറത്തൊക്കെ ഗ്രില്ല് ചെയ്തെടുക്കൂലേ, ചിരട്ടയൊക്കെ കത്തിച്ച് സാധാ ഗ്രില്ല് വെച്ചിട്ട് അങ്ങനെ ഗ്രില്ല് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ദോശക്കല്ലിലും കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലൊക്കെ ഗ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഗ്രില്ല് ചെയ്തെടുക്കുന്ന സമയത്ത് ആദ്യത്തെ 3 മിനിറ്റ് തീ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് തീ പറ്റേ കുറച്ച് വെക്കുക. ആദ്യത്തെ 3 മിനിറ്റിന് ശേഷം നമുക്ക് തീ പറ്റേ ലോ ഫ്ലെയിമിലേക്ക് കുറച്ച് കൊടുക്കുക. എന്നിട്ട് ചിക്കനെ തിരിച്ചും മറിച്ചും തിരിച്ചുവിട്ട് കുറച്ച് സമയം എടുത്തിട്ട് അങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കുക കേട്ടോ. ഏകദേശം ഒരു 20 മിനിറ്റോളം സമയം എടുക്കും കേട്ടോ ഇതൊന്ന് നല്ലപോലെ കുക്കായി വരാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ഇതിനെ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു സ്മോക്കി ഇഫക്റ്റ് അല്ലെങ്കിൽ സ്മോക്കി ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ട്
ഈ ചിക്കനെ ഞാനൊരു പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുവിലായിട്ട് ഒരു ബൗളിൽ കുറച്ച് ചിരട്ട കത്തിച്ച കനൽ ചൂടോട് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ചാർക്കോൾ വേണമെങ്കിൽ അതും ചൂടാക്കിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഈ ചൂടായി നിൽക്കുന്ന കനലിലേക്ക് ഏകദേശം കുറച്ച് ഒരു സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ദാ ഇതുപോലെ പുകഞ്ഞു വരും. അപ്പോൾ നമ്മൾ പാൻ അടച്ചു വെക്കുക. എന്നിട്ട് കുറച്ച് നേരം ഇതുപോലെ ഒരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ അങ്ങ് വെച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മൾ പാന് തുറന്നിട്ട് ഈ കനലൊക്കെ അങ്ങ് ഒഴിവാക്കുക കേട്ടോ. വളരെ ടേസ്റ്റ് തന്നെയാണ്, ഞാൻ വെറുതെ പറയല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം.